നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു സ്കോളർഷിപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മൾട്ടിനാഷണൽ കോസ്മെറ്റിക് കമ്പനിയായ ലോറിയൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇതിന്റെ പേര് ലോറിയൽ ഇന്ത്യ ഫോർ യങ് വുമൺ ഇൻ സയൻസ് സ്കോളർഷിപ്പ് എന്നാണ്. ഇതിന്റെ 2024-25 ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. January 31, 2025 വരെ ഇത് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഇനി വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ലോറിയൽ ഇന്ത്യ സയൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഫീമെയിൽ സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അതായത് 12th സ്റ്റാൻഡേർഡിന് ശേഷം നിങ്ങൾ അണ്ടർ ഗ്രാജുവേഷനോ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ PhDക്കോ ഇത് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ സയൻസ് റിലേറ്റഡ് ഫീൽഡിൽ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാൻ ഇന്ത്യ സ്കോളർഷിപ്പ് ആണ്. പക്ഷേ ഇന്ത്യയിലെ ഫീമെയിൽ സ്റ്റുഡൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് കാറ്റഗറിയിലെ കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇത് നിങ്ങളുടെ കോളേജ് ഫീസ്, അതുപോലെ ഹോസ്റ്റൽ ഫീസ്, ബാക്കി നിങ്ങൾക്ക് ഇത് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഇതെല്ലാം മീറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണെന്ന്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്യുവർ സയൻസ്, ലൈഫ് സയൻസ്, അപ്ലൈഡ് സയൻസ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, കോസ്മെറ്റോളജി, കോസ്മെറ്റിക് സയൻസ്, ഫാർമക്കോളജി, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എമൗണ്ട് 62,500 ആണ്. PG അതുപോലെ PhD ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് 1 lakh rupees ആണ് പെർ ഇയർ. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ 85%ഓ അതിൽ കൂടുതലോ മാർക്കോടുകൂടി 12th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുണ്ടാവണം. അതുകൂടാതെ നിങ്ങൾ ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് എവിടെയെങ്കിലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിന് ചേർന്ന ഒരു വിദ്യാർത്ഥിനി ആയിരിക്കണം. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 6 lakh rupeesഓ അതിൽ താഴെയോ ആയിരിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ ഇന്ത്യയിൽ എവിടെയുള്ള ഒരു ഫീമെയിൽ സ്റ്റുഡൻറ്റിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ PGയും PhDയും ചെയ്യുന്ന കുട്ടികൾക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ സെയിം ആണ്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റിൽ ഇപ്പോൾ PGയോ അല്ലെങ്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. സയൻസ് റിലേറ്റഡ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് ടെക്നോളജി, സയൻസ്, ഫാർമ, ലൈഫ് സയൻസ്, ബയോടെക്നോളജി, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് ആയിരിക്കണം നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി. ബാക്കി എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഞാൻ നേരത്തെ UGക്ക് പറഞ്ഞ അതേ സെയിം തന്നെയാണ്. ഇനി ഇത് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് buddyforstudy.com എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതണം, അത് അപ്ലോഡ് ചെയ്യണം. അത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു വാലിഡ് ഐഡന്റിറ്റി പ്രൂഫും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫും വേണം. അതിന് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഏതെങ്കിലും വെക്കാം. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു 6 lakh rupeesഓ അതല്ലെങ്കിൽ താഴെയുള്ള ആനുവൽ ഇൻകം ഉള്ള കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയെന്ന്. അതിനൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിങ്ങൾ വെക്കണം. അത് നിങ്ങളുടെ ഇൻകം പ്രൂഫ് തെളിയിക്കാനായിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് അതോറിറ്റി നിങ്ങൾക്ക് നൽകുന്ന ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാലറി സ്ലിപ്പ് ആവാം. അതല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഫോം 16 ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇൻകം പ്രൂഫായിട്ട് വെക്കാം. അടുത്ത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് ക്ലാസ് 10ന്റെയും 12ന്റെയും ഒറിജിനൽ മാർക്ക് ഷീറ്റിന്റെ കോപ്പിയാണ്. ഇത് നിങ്ങൾ UGയോ അല്ലെങ്കിൽ PGയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ മാർക്ക് ലിസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് സെമസ്റ്റർ ആവാം അല്ലെങ്കിൽ ഇയർ ആവാം. ഇത് കൂടാതെ നിങ്ങൾ ഈ കറണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന്റെ ഒരു പ്രൂഫ് വേണം. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ച ID കാർഡ് ആവാം, അതല്ലെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് ആവാം. ഇതോടൊപ്പം വേണ്ട വേറൊരു ഡോക്യുമെന്റ് നിങ്ങൾ ഈ കറണ്ട് അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ എത്ര എക്സ്പെൻസസ് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആണ്. ഇത് കൂടാതെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വേണം. ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേറൊരു ലെറ്ററും കൂടി വേണം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ്. നിങ്ങൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസും കൂടി നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം അവർ എടുത്തു പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ എക്സാം എഴുതിയ റിസൾട്ട് നിങ്ങൾ അവെയിറ്റ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാസ്റ്റ് ഇയറിന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയെല്ലാം ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു ഓൺലൈനിലെ ആപ്ലിക്കേഷനിൽ ഒരു മൾട്ടി സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടാകും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ 10th 12th മാർക്ക് നോക്കിയിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടായിരിക്കും. ഇതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത, ഇവര് നിങ്ങൾക്ക് സയൻസ് റിലേറ്റഡ് ഫീൽഡിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു ബോണസ് പോയിന്റ് ആണ്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ലോറിയലിന്റെ അതോറിറ്റീസ് നൽകുന്ന ഒരു ഇൻ പേഴ്സൺ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ എവിടെ നിന്ന് നേടിയ കുട്ടികൾക്കാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യും. നമ്മുടെ കുട്ടികളുടെ ഫിനാൻഷ്യൽ നീഡ്സ് കണക്കിലെടുത്തുകൊണ്ട് ലോറിയൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദയവായി കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 31 January 2025 ആണ്. അപ്പോൾ എല്ലാവരും തന്നെ മറക്കാതെ അപ്ലൈ ചെയ്യുക. ഇത് സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ 62,500 PhD ചെയ്യുന്ന കുട്ടികൾക്ക് 1 lakh rupees വരെ ലഭിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.